വെൽക്കം ടു ഇംഗ്ലിഫൈ where English becomes fun and easy. അങ്ങനെ നമ്മൾ നമ്മുടെ 4th ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കൺഫ്യൂസിംഗ് ലെറ്റേഴ്സ് പഠിച്ചു. ലെറ്റേഴ്സ് ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ? കൺഫ്യൂസിംഗ് ലെറ്റേഴ്സിന്റെ ഒരു പാർട്ടും കൂടി കഴിയാനുണ്ട്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് വവൽസ് ആൻഡ് കൺസണൻസ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. വവൽസ് കഴിഞ്ഞ ദിവസം ബ്രീഫ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണ്ടി ഒന്ന് വിശദമായിട്ട് അത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് വവൽസ് ആൻഡ് കൺസണൻസ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ലെറ്റേഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വവൽസ്, രണ്ട് കൺസണൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മലയാളത്തിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട് അല്ലേ? അതുപോലെയാണ് ഇംഗ്ലീഷിൽ വവൽസും കൺസണൻസും വരുന്നത്. അത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ, ഇ, ഐ, ഒ, യു, ഇത്രയാണ് വവൽസ് വരുന്നത്. ഇത് വെച്ചുള്ള വേർഡ്സ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ, എഗ്, ഐസ്ക്രീം, ഒക്ടോപ്പസ്, അംബ്രല്ല. ആൽഫബറ്റ്സിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ലെറ്റർ വായിക്കുക അതുപോലെ തന്നെയല്ല വേർഡിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ആപ്പിൾ, എ ഇവിടെ ആ എന്ന സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ എഗ് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ഇ എ എന്നുള്ളൊരു സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐസ്ക്രീമിൽ ഐക്ക് അതേ സൗണ്ടാണ് വരുന്നതെങ്കിലും നമ്മൾ മുമ്പ് ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ വരുന്ന വേർഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ സെറ്റ്. അതുപോലെ ഇവിടെ അംബ്രല്ല നോക്കിയാൽ യുവിന് ആ എന്നൊരു പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. പ്രൊനൗൺസിയേഷനെ പറ്റി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെസൺസ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു തരുന്നതാണ്. ഈ കൺസണൻസിലേക്ക് വരുമ്പം എ, ഇ, ഐ, ഒ, യു ഇതൊഴിച്ച് ബാക്കി എല്ലാ ഇംഗ്ലീഷ് ലെറ്റേഴ്സും കൺസണൻസ് ആണ്. വേർഡ്സ് പരിചയപ്പെടുകയാണെങ്കിൽ ക്യാറ്റ്, ഡോഗ്, ഫിഷ്, ബോൾ. ഇനി നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റി ആണ്. താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് വവൽസിൽ തുടങ്ങുന്ന വേർഡ്സ്, ഏതൊക്കെയാണ് കൺസണൻസിൽ തുടങ്ങുന്ന വേർഡ്സ് എന്ന് നിങ്ങൾ സോർട്ട് ചെയ്യണം. അംബ്രല്ല, ഐസ്, ബാഗ്, ഐസ്, പെൻ, ടീ, ബുക്ക്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഇതിൽ ഏതൊക്കെയാണ് കൺസണൻസിൽ തുടങ്ങുന്നത്? ബാഗ്, പെൻ, ബുക്ക്, ടീ. കാരണം ഇതൊന്നും എ, ഇ, ഐ, ഒ, യു അങ്ങനെ തുടങ്ങുന്ന വേർഡ്സ് അല്ല. ഇനി വവൽസിൽ തുടങ്ങുന്നതോ ഐസ് ആൻഡ് ഐസ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. Only 5 letters are vowels. A, E, I, O, U. അപ്പോൾ ബാക്കിയെല്ലാം കൺസണൻസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ തീർന്നില്ല. പതിവ് പോലെ വർക്ക്ഷീറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. എല്ലാവരും അതിന് ആൻസേഴ്സ് കണ്ടെത്തി ഞങ്ങൾ ടെലിഗ്രാം ചാനലിലേക്ക് അയക്കുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.